ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 60.13% പോളിംഗ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-ന്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളിലേക്ക് രാജ്യം. 1 വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിനിലൂടെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം. അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി കെ രാജൻ. കാഴ്ചപ്പാടുകൾക്ക് പകരം വാർത്തകൾക്ക് തന്നെയാകണം മാധ്യമങ്ങൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട് തുടക്കമാകും. 4 ദിവസത്തെ മേളയിൽ 8500-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 48 റൺ ജയം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 60.13% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. അതേസമയം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. ഈ മാസം 11-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളിലേക്ക് രാജ്യം. 1 വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അടുത്ത വർഷം നവംബർ 7 വരെ നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക ആഘോഷ പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും നടക്കും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായി പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും BJPയുടെയും ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും വന്ദേമാതരം 150ന്റെ കൺവീനറുമായ R. ശ്രീലേഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിനിലൂടെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതിന്റെ പ്രഖ്യാപനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ഈ തലമുറ ലോകത്തിന്റെ അവസാന വാക്ക് AI ആണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമാനതകളില്ലാത്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തലമുറയാണ്. അത് നമുക്ക് വേണം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ലോകത്തിന്റെ അവസാന വാക്ക് എന്ന് തെറ്റിദ്ധരിക്കാൻ നമ്മുടെ മക്കൾ പാടില്ല. ChatGPTക്കും AIക്കും തരാൻ പറ്റുന്നത് നേരത്തെ അതിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില വിവരങ്ങൾ ക്രമപ്രകാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമുക്കൊരു സംസ്കാരത്തെയോ നമുക്കൊരു സർഗാത്മകതയോ സമ്മാനിക്കാനാകില്ല. 17ാമത് പട്ടികവർഗ യുവജന വിനിമയ പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, യുവജനകാര്യ കായിക മന്ത്രാലയം, മേര യുവ ഭാരത് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗോത്രവർഗ യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, സംസ്കാരം തുടങ്ങിയവ നേരിട്ട് മനസ്സിലാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. അംഗീകൃത മെഡിക്കൽ യോഗ്യതയില്ലാത്ത ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും പേരിന് മുന്നിൽ ഡോക്ടർ എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. അംഗീകൃത മെഡിക്കൽ യോഗ്യത കൈവശമില്ലാത്ത ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ പദം ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ ഡിഗ്രി ആക്ടിന്റെ ലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ പദം ഉപയോഗിക്കുന്നത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നിലവിലുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾക്ക് 18.87 കോടി രൂപയുടെ ഭരണാനുമതി. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, എറണാകുളം, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലാണ് സ്ട്രോക്ക് സെന്ററുകൾ വിപുലീകരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാ ജില്ലകളിലും പക്ഷാഘാത ചികിത്സ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് നൂതനമായ വിവിധ കോഴ്സുകൾ ആവിഷ്കരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള ലോക പ്രശസ്തമായ സ്ഥാപനങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ CCEK ഡയറക്ടർ ഇഷിത റോയ് ആണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ജർമ്മനിയിലെ TUV റൈൻലാൻഡ്, ന്യൂഡൽഹി ആസ്ഥാനമായുള്ള എഡ്യൂനെറ്റ് ഫൗണ്ടേഷൻ, തിരുവനന്തപുരത്തെ പാലിയം ഇന്ത്യ എന്നിവയുമായാണ് സഹകരണം. പത്തനംതിട്ട തിരുവല്ലയിൽ 19-കാരിയായ പെൺകുട്ടി തീപ്പൊള്ളലേറ്റ് മരിച്ച കേസിൽ പ്രതി അജിൻ G. മാത്യുവിന് ജീവപര്യന്തം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും. പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പിഴത്തുക കൊല്ലപ്പെട്ട യുവതിയുടെ മാതാപിതാക്കൾക്ക് തുല്യമായി വീതിച്ചു നൽകാനും പിഴത്തുക അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടി ഈടാക്കാനും കോടതി വിധിച്ചു. സമുദ്ര സസ്തനികളെ ശബ്ദവീചികളിലൂടെ മനസ്സിലാക്കാനും നിരീക്ഷിക്കാനുമുള്ള സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി ഗവേഷകർ. കൊച്ചി CMFRIയിൽ നടന്ന ആഗോള മറൈൻ സിമ്പോസിയത്തിലെ സമുദ്ര സസ്തനികളെക്കുറിച്ചുള്ള പ്രത്യേക സെഷനിൽ പുതിയ ഗവേഷണ രീതി ചർച്ച ചെയ്തു. ശബ്ദാധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100 കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് പോലും തിമിംഗലങ്ങളെയും ഡോൾഫിനുകളെയും നിരീക്ഷിക്കുന്നത് സമുദ്ര സസ്തനി ഗവേഷണത്തിൽ ഇത് വലിയ ചുവടുവയ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. അടുത്ത മാസം 4-ന് മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ ഏൽപ്പിക്കണം. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8-ന് മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. കാഴ്ചപ്പാടുകൾക്ക് പകരം വാർത്തകൾക്ക് തന്നെയാകണം മാധ്യമങ്ങൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആകാശവാണി വാർത്താ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പണ്ട് ഒരു പഞ്ചായത്തിന്റെ ഒരു യോഗം നടക്കുകയാണെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രസംഗം നിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഈ ലോക്കൽ ഗവേണൻസ് സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പ്രൊഫഷണലുകൾ ഈ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ ഹാൻഡ്ബുക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമിക്ക് നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രകാശനം ചെയ്തു. ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ലെമി G. നായർ, നിലയം മേധാവി AG ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കമ്മീഷൻ സെക്രട്ടറി BS പ്രകാശ് ക്ലാസ് എടുത്തു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട് തുടക്കമാകും. മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നായി 8500-ലധികം ശാസ്ത്ര പ്രതിഭകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 48 റൺസ് ജയം. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ കരാര ഓവലിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 18.2 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ ഫൈനൽ മത്സരം ശനിയാഴ്ച ബ്രിസ്ബെയിനിൽ നടക്കും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കി. ഈ മാസം 14, 15, 16 തീയതികളിലാണ് പ്രധാന രഥപ്രയാണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രഥോത്സവ സമയത്ത് ക്രമസമാധാനവും തിരക്ക് നിയന്ത്രണവും ഗതാഗത സംവിധാനവും ഉറപ്പാക്കുന്നതിന് പോലീസിനെ ചുമതലപ്പെടുത്തി. താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള എണ്ണം നിയന്ത്രിക്കാനും നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകളും സ്റ്റാളുകളും പരിശോധിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. കൺട്രോൾ റൂം പൂർണ്ണ സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഥോത്സവത്തിനായി ഉപയോഗിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മൃഗസംരക്ഷണ വകുപ്പ് പരിശോധിക്കും. രഥം വലിക്കുന്നവരെ മുൻകൂട്ടി തീരുമാനിച്ച് വിവരം പോലീസിന് കൈമാറാൻ ഉത്സവ കമ്മിറ്റിക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര റിപ്പോർട്ട് തേടി. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി.
പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 60.13% പോളിംഗ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-ന്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങളിലേക്ക് രാജ്യം. 1 വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിനിലൂടെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം. അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി കെ രാജൻ. കാഴ്ചപ്പാടുകൾക്ക് പകരം വാർത്തകൾക്ക് തന്നെയാകണം മാധ്യമങ്ങൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട് തുടക്കമാകും. 4 ദിവസത്തെ മേളയിൽ 8500-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 48 റൺസ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.